ഗായ്സ് അങ്ങനെ അജീഷന്റെ കല്യാണം ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ. ഇന്ന് എന്താണ് പരിപാടി? ഇന്ന് മെഹന്തി. ഇന്ന് മെഹന്തി, പച്ച കല്യാണം എന്ന് പറഞ്ഞാൽ മഞ്ഞ കല്യാണം അല്ല, പച്ച കല്യാണം. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ പോവുകയാണ്. ഞാൻ മാത്രമൊന്നുമില്ല, ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് അജീഷനും പച്ച. എനിക്ക് മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചാണകത്തോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ചാണകപ്പച്ച. അപ്പം അജീഷന്റെ കുറച്ച് കൂട്ടുകാരുണ്ട്. തോണ്ടേ 2 വണ്ടിയിലും, ഒരു ഇയോണിനകത്തും ഒരു ആൾട്ടോ 800-നകത്തും, പിന്നെ അച്ഛനും അമ്മയും ബാക്കിൽ വീടത്തെ വണ്ടിക്കകത്ത് വരും, ഞങ്ങൾ നമ്മുടെ പോളോയ്ക്കകത്തും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ എവിടെ എത്തി? അങ്ങനെ ആ ഒരു ദിവസവും വന്നു ചേർന്നു. ഞങ്ങൾ താണ്ടെ ചെത്തൻ്റെ അടുത്ത് എത്തി. അവൻ പറയും എനിക്ക് നാണയം. അയ്യോ, വ്ലോഗ് ചെയ്ത് തീർക്കണ്ട. ഞങ്ങൾ വണ്ടി അവിടെ ഇട്ട് എന്നിട്ട് ഇതാ ഇവിടാണ് നമ്മുടെ പെങ്കൊച്ചിന്റെ വീട്. നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നു. അതെ അതെ അതെ, ബാക്കിയുള്ള ബാച്ചിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ പോയിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് കയറാം. ഇത് നമ്മുടെ അജീഷന്റെ അനിയനാണ്. അനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പയുടെ മോൻ. അതെ, അപ്പയുടെ മോൻ. യെസ്, അപ്പയുടെ മോൻ അപ്പു. അപ്പയുടെ മോൻ അപ്പു, മാമിയുടെ മോൻ. യെസ്. ആ വണ്ടി അല്ല അനീഷേ. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. കറക്റ്റ് 6:30 എത്താൻ പറഞ്ഞു. നമ്മളിപ്പോൾ വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിയാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബഹളങ്ങളും ദേഷ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ അച്ഛനമ്മ വന്നിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ ടീംസ് ആണ് ഇത്രയും വരെ ഇല്ലയോ? വന്നു താണ്ടേ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് കോപ്പറേറ്റ് സോങ് ഒക്കെ ഉണ്ട്. ടാറ്റ. ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു തോന്നുന്നു. ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഗാനമേള നടക്കുന്നു. ഗാനമേള ഉണ്ട് ഇവിടെ. മനുവണ്ണ അത്ഭുതപ്പെട്ട് നോക്കുന്നു. ഹലോ, ഇല്ലാത്ത ഹെവി പരിപാടിയാണ്. അജീഷണ്ണ എന്താണ്ട് ഇവിടെ വാഴക്കൊല. എനിക്കില്ല പാട്ട് ഓർമ്മ വന്നത്. കുറെ നോക്ക് വാഴക്കൊല അടിക്കി വെച്ചേക്കുന്നത്. നമുക്ക് വാഴ ഓർമ്മ വന്നു. ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന പറഞ്ഞാൽ ഗിരീഷിനെയാണ്. അവ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉണ്ട്. പിന്നെ അമ്മൂമ്മ നമുക്ക് വയ്യാത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ അമ്മൂന്റെ ഒരു പാട്ടുണ്ട്. നമുക്ക് അത് ആദ്യം കേൾക്കാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുറേ നേരത്തെ പരിപാടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ച് ബ്രേക്കിന് ഫുഡ് കഴിച്ച്, ലഞ്ച് ബ്രേക്കല്ല ഡിന്നർ ബ്രേക്കിന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. പൊറോട്ടയും മുട്ടക്കറിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് നോർമൽ നമ്മൾ ഹെൽത്തി ഒന്ന് കാണുക പോകാന്നുള്ള ചടങ്ങുകൾ. അതിൽ അവർ ചെറുതായിട്ടൊരു ഫുഡ് തരുന്നു, പൊറോട്ടയും മുട്ടക്കറി. എല്ലാം കൊള്ളാം. ഇനി മുട്ടക്കറി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഡേ 2 ഞങ്ങൾ റിസപ്ഷന് പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ കൂടെ ഇന്നലെ ഇല്ലാത്തൊരു വേട്ടവളിയനോട് നിഖിലുണ്ട്, അശ്വിനുണ്ട്, ഹരിക്കുട്ടനുണ്ട്, താണ്ടെ നമ്മുടെ അജീഷുണ്ട്. വൈറ്റ് ആൻഡ് വൈറ്റ് എനിക്ക് വയ്യ. ഇന്നലെ പച്ചയായിരുന്നു, ചാണകപ്പച്ച, ഇന്ന് വെള്ള. അപ്പൊ ഇന്നത്തെ വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, പക്ഷെ ഇന്നലത്തെ അത്രയും ഗ്യാങ്സ് ഇല്ല, നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ഡ്രസ് കോഡ് ആണ് ഇതാ.
ഒരു ജീൻസ് പാൻറ്റും നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഷർട്ടും. ഓക്കെ, നമുക്ക് ഇന്നത്തെ അവിടെ ചടങ്ങൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് നോർമൽ രീതിയിലാണ്, ഇപ്പം വലിയ ഇതൊന്നും കാണത്തില്ല. നമ്മുടെ സ്വന്തം ക്യാമറമാനാണ് കേട്ടോ. ക്രിയേറ്റീവ് വിഷൻ റിസപ്ഷൻ്റെ ചടങ്ങുകൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വരിക, ചെറുക്കൻ ഫോട്ടോ എടുക്കുക, ചെറുക്കൻ പെണ്ണോട്ട് എന്ന് ഫോട്ടോ എടുക്കുക. നമ്മൾ ഇനി കഴിക്കാൻ പോകുന്നത് ഫുഡ് കഴിക്കാൻ പോവാം. ഇനി കഴിക്കാൻ പോകുന്നില്ല, ഇനി നമ്മുടെ പരിപാടി ഫുഡ് കഴിക്കാൻ പോവാം. എല്ലാവരും ഉണ്ട്, എൻ്റെ പെൺകുട്ടിയുണ്ട്, ചെറുക്കനുണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ പോവാം. അറേഞ്ച്മെൻ്റ് അല്ല ഇന്ന്, കാരണം ഇന്നാണ് മെയിനായിട്ട് ഫുഡും കാര്യങ്ങളും എല്ലാം ആ വരുന്ന ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അപ്പം മറ്റേത് മെയിനായിട്ട് ഇന്നലത്തെ പരിപാടിക്ക് മെയിനായിട്ട് അടുത്ത റിലേറ്റീവ്സിനെ മാത്രമേ വിളിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ബൊഫേ സിസ്റ്റമാണ് കേട്ടോ, ഫുഡ് കഴിക്കാം. റൈസ് നമുക്ക് വേണ്ട, നമുക്ക് ചപ്പാത്തി. അമ്മ ചപ്പാത്തി ഒരു 3 ചപ്പാത്തി ഇട്ടേക്കേ. 1 2 താങ്ക് യു. ചപ്പാത്തി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, അപ്പം ഉണ്ട്, ഫ്രൈ ഉണ്ട്. ഇതൊരു ഫ്രൈയേ, ചിക്കൻ ഫ്രൈ കുറച്ചിട്ടേ. ചിക്കൻ ഫ്രൈ, പിന്നെ ചിക്കൻ കറി ഉണ്ട്. ഓക്കെ, ഇച്ചിരി സാലഡ് ഇട്ടേക്കോ. ഇച്ചിരി കേട്ടോ സാലഡ്, ഇച്ചിരി നാരങ്ങ കൂടെ. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ്. വേണ്ട പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ, പപ്പടം നമുക്ക് വേണ്ട. അപ്പോൾ ഫുഡെല്ലാം എടുത്ത് നമുക്ക് പോയി കഴിക്കാം. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? എന്താ ചിക്കൻ ഫ്രൈ ആണ് കഴിച്ചു നോക്കിയേ? ചിക്കൻ കൊള്ളാം. ഓക്കെ, നമ്മൾ അജീഷാണ് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട്? ചപ്പാത്തിയാണ് കഴിച്ചേ? ഓക്കെ, പിന്നെ ഫുഡ് സൂപ്പർ ആയിരിക്കും. മാമൻ ഉൾപ്പെടെ ചെയ്തതാണ്, അതുകൊണ്ട് സൂപ്പർ ആയിരിക്കും. കാരണം ഒരുപാട് ടേസ്റ്റ്, മാമന് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഫുഡ്. വേറെ ആള് എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ ഓക്കെ. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ MP വന്നായിരുന്നു, കൊടിക്കുന്നിൽ സുരേഷ്. പുള്ളിയെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞില്ലയോ? ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പരിപാടി അവിടെ ചെന്നിട്ട് ഇനി നാരങ്ങ മേടിക്കണം, എന്നിട്ട് പോകണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അങ്ങനെ നമ്മുടെ നാരങ്ങ തരുന്ന ചടങ്ങാണ് കേട്ടോ. ചെറുക്കൻ്റെ കൂട്ടുകാർക്കെല്ലാം നാരങ്ങ തരും. ആ നാരങ്ങ വെടി അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഞങ്ങൾ, ഇല്ലേ? നമ്മുടെ നാട്ടിൽ നാരങ്ങയ്ക്ക് വില കൂടുതലാണ്, നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അതെ, ഓരോരുത്തരെ പരിചയപ്പെട്ടു കേട്ടോ, പെടുത്തു കേട്ടോ. അനീഷ് നമ്മുടെ കുടുംബത്തിലെ ഇത് വിഷ്ണു ഞാൻ ഇന്നലെ അജീഷൻ്റെ വീട്ടിലാണ് ഇന്നലെ കിടന്ന് ഉറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ രാവിലെ ഇനി പോയിരുന്നു. കാരണം ലേറ്റാണ് ഞാൻ വീട്ടിൽ അവിടെ കിടന്നിട്ട് അജീഷനുമായിട്ട് ഞങ്ങൾ രാവിലെ പഞ്ചാബി ലുക്സിലോട്ട് വന്നു കേട്ടോ. ജസ്റ്റ് അജീഷനൊരു ടച്ചപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ അജീഷൻ്റെ മുഖത്ത് പുട്ടിയൊക്കെ വാരി ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, ഇതിലെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള. അപ്പം നമുക്ക് ബാക്കി എങ്ങനെ അവസാനം എല്ലാം ചെയ്തിട്ട് എങ്ങനെ ആവും നോക്കാം. അച്ഛാ ഭായി നേരിട്ടാണ് നല്ല രസമുണ്ട് കേട്ടോ. അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ മൊബൈലിനകത്തൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ അല്ല, മൊബൈലിലും കൊള്ളാം. അജീഷണ്ണൻ
ഫോട്ടോഷൂട്ടിലാണ്. അമ്പലത്തിലോട്ടൊന്ന് വന്ന് അജീഷണ്ണനെ ഒന്ന് തൊഴുതിട്ട് പോകാൻ സമയമില്ല, നമ്മൾ നല്ല താമസിച്ച് തൊഴുതിട്ട് ഇപ്പം തിരിച്ചു ഓടുന്നു. ഞങ്ങൾ കല്യാണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കോസ്റ്റ്യൂം ഇതാണ്. ഞാൻ മാത്രമല്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് അവരെ കാണാം. ഇങ്ങോട്ട് അയച്ചണ്ട. അത്
കല്യാണമാണ് സമയത്തിന് എത്തി ആ എവിടെ ആയിരുന്നു നമ്മളവിടെ കുറേ നേരം നിന്ന് ക്ഷീണിച്ചിട്ട് അവസാനം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഒന്ന് മാറോ അപ്പുറത്തോ റെഡിയാകും. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണും വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി റിസപ്ഷന് വേണ്ടിയിട്ട് ഇവിടുന്ന് വൈകിട്ട് അങ്ങോട്ട് പോകും. നമ്മളങ്ങോട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ, വീട്ടിൽ നിന്ന് അവരെ അങ്ങോട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു ഫേഷ്യലോ അങ്ങനെ എന്തെങ്കിലും ക്ലീനപ്പോ നിങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ മൂന്നാമത്തെ റൗണ്ട്
ഞാൻ ഇവിടെ നിന്നിട്ടില്ല അടിവൻ അടിവൻ നിങ്ങളെന്നാ ഡയറ്റാ വന്നു അയ്യോ ഡയറ്റോ ആയിക്കോട്ടെ എന്തോ അത് കണ്ണമ്പിയും ഉണ്ണിപ്പിയും ഇതോ പോന്നു വാഴ സെക്കൻഡ് റൗണ്ടിന് കാർത്തിക് നീ എന്തുടാ ഐസ്ക്രീമാണോ നീ ഞങ്ങളുടെ ചെറുക്കനെ കളഞ്ഞോടി വെറുതെ അല്ല ചുമ്മാ ഒരു ഇതിനു വേണ്ടി പറഞ്ഞ നീ എത്രാമത്തെ റൗണ്ടാ മഴക്കുട്ടി ഫുഡ് എങ്ങനെ ഉണ്ട് അടിപൊളി കൂട്ടാണോ ആ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു നമ്മുടെ പിള്ളേരല്ലേ അഡ്ജസ്റ്റ് ചെയ്തു ബീഫ് ഡയറ്റ് ആണല്ലേ മണികണ്ഠനുണ്ട് നമ്മുടെ പാവ ഹലോ ഹലോ ഇവിടെ പാവം വയ്യ 2 ദിവസമായിട്ട് ചുമയാ പാവയ്ക്ക് നമ്മുടെ ഗസ്റ്റായിട്ട് അരവിന്ദണ്ണനും വിഘ്നേഷും പിന്നെ ചേച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഹായ് പറഞ്ഞേക്ക് ഐ ഇവരെ എന്നെ അവിടെ ഇരുന്നു നിങ്ങൾ പോയിട്ട് കേട്ടോ അതാ വരുന്നു ചടങ്ങെല്ലാം കഴിഞ്ഞ ചേച്ചണ്ണ 2 വാക്കുകൾ സുഖമായിട്ടെന്ന് പറയണം നമ്മളെന്നെ പോവാൻ ഇവിടെ ഇരിക്കുന്നവൻ പ്രത്യേകിച്ച് ഇന്നിട്ട് പോണം വണ്ടിയും എല്ലാം വന്നിട്ടുണ്ട് അജീഷന്റെ പുതിയ വണ്ടി മണിയറയും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ കലാവിധൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പറ എന്ത് എവിടെ പോവാ പൊക്കോ പൊക്കോ അന്ന റൂമിൽ വെക്കോ പാല് 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 മേടിച്ചു അതീശണ്ണ വരുവാണേ അങ്ങോട്ട് അങ്ങോട്ട് വരുവാ ക്യാമറ റെഡിയാക്കിക്കോ ആക്ഷൻ അച്ഛൻ വന്ന് പയ്യെ പോനാ കയറി ഞാൻ തന്നെ നീ ആരടാ അതിനകത്ത് ബ്ലേഡാണോ എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് പോവാ അച്ഛനെ പഠിക്കുന്ന
കല്യാണം എല്ലാം കഴിഞ്ഞു. അപ്പൊ റൂമിലോട്ട് പോയിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടും പോവാണ്.